മൊത്തം ഈ യൂറോ നോക്കുകയാണെങ്കിൽ ഈ യൂറോയിലെ ടീം എന്ന് പറയുന്നത് സ്പെയിനാണ്. ചരിത്രം ഒരു ഡൗട്ട് അത് ഞാൻ പറഞ്ഞു 2016 ഇതേപോലെയായിരുന്നു ഇംഗ്ലണ്ടിനെ പോലെയായിരുന്നു പോർച്ചുഗൽ ടീം. യുവനിരയാണെങ്കിലും എക്സ്പീരിയൻസ് ആയുള്ള കുറച്ച് പ്ലേയേഴ്സും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു കോമ്പിനേഷനാണ് രണ്ട് ടീമും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുട്ബോൾ കാണുന്നവർക്ക് കളി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും റിസൾട്ട് ഉണ്ടാവുന്നുണ്ടാവും. എക്സാക്ട്ലി. ഇത്രയൊക്കെ നമ്മൾ അദ്ദേഹത്തെ വിമർശിക്കുകയാണെങ്കിലും അദ്ദേഹം ഇംഗ്ലണ്ടിനെ ഒരു വേറെ തലത്തിലേക്ക് എത്തിച്ച കോച്ച് തന്നെയാണ്. ഈ യൂറോ കപ്പ് കഴിയുമ്പോൾ ഒരു മെസ്സിയോ റൊണാൾഡോ ഉണ്ടായില്ലെങ്കിലും ഒരു യമാലും ഒരു നിക്കോ വില്യംസും ഒരു മൈനയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ആ ഗോൾ എന്ന് പറയുന്നത് ഒരു വണ്ടർ ഗോളാണ്. കാരണം അതൊരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആയിരുന്നു യമാലിൻ്റെ. നിലിൻ ചേട്ടാ, കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഫുട്ബോളിൽ ഒരു ടോക്ക് ഷോ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്യുന്നത്. വേറെ ഒന്നിനെക്കുറിച്ചുമല്ല, യൂറോ കപ്പ് ഫൈനലിനെ കുറിച്ചാണ്. ഇംഗ്ലണ്ട് സ്പെയിൻ പോരാട്ടം ഏകപക്ഷീയമായിരിക്കും ആ പോരാട്ടം. ചേട്ടൻ്റെ അഭിപ്രായം എങ്ങനെയാണ്? എല്ലാവരും കാത്തിരിക്കുന്നൊരു പോരാട്ടം തന്നെയാണ്. ഒരു മൗത്ത് വാട്ടറിങ് കോണ്ടസ്റ്റ് ആയിരിക്കും, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പ്രത്യേകിച്ച് സ്പെയിനും ഇംഗ്ലണ്ടും വരുന്നു. യൂറോപ്പിലെ ഏറ്റവും പ്രബലമായ രണ്ട് ലീഗുകൾ നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളിൽ നിന്നുള്ള രണ്ട് ടീമുകൾ. അതുമാത്രമല്ല അവരുടെ ഒരു യുവ താരങ്ങളുടെ ഒരു പെർഫോമൻസ് എല്ലാം നമുക്കറിയാം. ലെമിന യമൽ ഒരു ഭാഗത്ത്, അപ്പുറത്ത് ബെല്ലിംഗാം ഉണ്ട്, കോബി മൈനോ പോലുള്ള താരങ്ങൾ, റോഡ്രി. ശരിക്കും അതെ, യുവനിരയാണെങ്കിലും എക്സ്പീരിയൻസ് ആയുള്ള കുറച്ച് പ്ലേയേഴ്സും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു കോമ്പിനേഷനാണ് രണ്ട് ടീമും. പിന്നെ ഈ ഒരു മൊത്തം ഈ യൂറോ നോക്കുകയാണെങ്കിൽ ഈ യൂറോയിലെ ടീം എന്ന് പറയുന്നത് സ്പെയിനാണ്. അക്കാര്യത്തിൽ സംശയമില്ല. കാരണം അവർ അത്രയും മികച്ച രീതിയിലുള്ളൊരു പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. എല്ലാ മത്സരങ്ങളും അവർ വിജയിച്ചു. അതുകൂടാതെ തന്നെ വമ്പന്മാരെ പരാജയപ്പെടുത്തിയിട്ടാണ് സ്പെയിനിൻ്റെ ഒരു ജൈത്രയാത്ര ഫൈനൽ വരെ എത്തിയത്. അപ്പോൾ ചേട്ടൻ പറയുന്നത് സ്പെയിൻ കിരീടം എടുക്കുമെന്നാണ്? അല്ല, സ്പെയിനിന് വ്യക്തമായ മുൻതൂക്കമുണ്ട്, അക്കാര്യത്തിൽ സംശയം വേണ്ട. കാരണം സ്പെയിൻ ഇപ്പോൾ തോൽപ്പിച്ചത് ആരൊക്കെയാണെന്ന് നോക്കിയാൽ മതി. കാരണം ജർമ്മനി അവർ പരാജയപ്പെടുത്തി, അതായത് ഹോം സോയിലിൽ ജർമ്മനിയെ പരാജയപ്പെടുത്തി. നിലവിലെ ചാമ്പ്യന്മാരെ ഇറ്റലിയെ വീഴ്ത്തി. ക്രൊയേഷ്യ തോൽപ്പിച്ചു ലൂക്ക മോഡ്രിച്ചിൻ്റെ. അതുകൂടാതെ തന്നെ ഇപ്പം ഏറ്റവും ഒടുവിൽ എംബാപ്പയുടെ ഫ്രാൻസിനെ, അത് ഒരു ഗോൾ വീണ് പിന്നിൽ നിന്നിട്ട് 2 ഗോൾ തിരിച്ചടിച്ചിട്ടാണ് ഫൈനലിലേക്ക് വന്നിരിക്കുന്നത്. കളി ആകെ അങ്ങ് മാറി സ്പെയിൻ്റെ. കാരണം സ്പെയിൻ്റെ ആ ഒരു ടിക്കി ടാക്ക, ഒരു ബോറൻ, ഒരു ഔട്ട്ഡേറ്റഡ് ആയി എന്നുള്ളൊരു ഫീൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിൽ നിന്നൊരു മാറ്റം അവരുടെ കോച്ചായ ലൂയിസ് ഡെലാഫോണ്ട് കൊണ്ടുവന്നു. അദ്ദേഹം ഒരുപാട് വിമർശനങ്ങൾ കേട്ടിരുന്നു ആദ്യകാലത്ത്. കാരണം അദ്ദേഹത്തിന് ഒരു എക്സ്പീരിയൻസ് ഇല്ല, ഒരു മേജർ ടീമിനെ അദ്ദേഹം പരിശീലിപ്പിച്ചില്ല, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ പൊസഷൻ ഗെയിമിൽ നിന്ന് അവരൊരു ഡയറക്റ്റ് ഫുട്ബോളിലോട്ട് ഒരു ഫ്രീ അറ്റാക്ക് കളി കാണാനും എല്ലാം നല്ലൊരു ചന്തമായിരിക്കും. അതെ, കാരണം വളരെ ഇപ്പം നമ്മൾ നോക്കേണ്ടത് ക്രൊയേഷ്യക്കെതിരെയുള്ള മത്സരത്തിലാണെങ്കിലും ഇപ്പം ഫ്രാൻസിനെതിരെ ഉള്ള മത്സരമല്ല, അതിന് മുമ്പത്തെ മത്സരം ഉണ്ടായിരുന്നല്ലോ, ജർമ്മനിക്കെതിരെ മത്സരം. ഈ മത്സരത്തിലെല്ലാം സ്പെയിൻ പൊസഷനിൽ പിന്നിലായിരുന്നു. കാരണം സ്പെയിനേക്കാൾ കൂടുതൽ പൊസഷൻ ജർമ്മനിക്ക് ഉണ്ടായിരുന്നു, ക്രൊയേഷ്യക്ക് ഉണ്ടായിരുന്നു. പക്ഷേ വിജയം സ്പെയിനിന് നേടാൻ പറ്റി. അതിൻ്റെ അർത്ഥം വളരെ നല്ല രീതിയിലുള്ളൊരു ഫ്രീ ഫ്ലോ ആയുള്ള അറ്റാക്ക്, വിങ്ങുകൾ കൂടെയുള്ള നല്ല മുന്നേറ്റം അവർക്ക് നടത്താൻ പറ്റി. പിന്നെ അറിയാലോ, രണ്ട് വിങ്ങിൽ, ഒരു വിങ്ങിൽ യമാലും ഇപ്പുറത്ത് നിക്കോ വില്യംസും. ആ ഒരു യങ് ബ്ലഡിൻ്റെ ആ ഒരു എനർജി ശരിക്കും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റി. അതിനൊപ്പം തന്നെ റോഡ്രിയെ പോലെയുള്ള, റോഡ്രിയാണ് ശരിക്കും താരം. റോഡ്രി കളിക്കുകയാണെങ്കിൽ ഏത് ടീമും ജയിക്കും. മാഞ്ചസ്റ്റർ സിറ്റി റോഡ്രി കളിക്കാത്ത മത്സരങ്ങൾ ഒരു കളിയേറ്റാണ് ലേറ്റസ്റ്റ് ഇപ്പോൾ അല്ലേ, വളരെ റീസെൻ്റ്ലി അവർ പരാജയപ്പെട്ടു. എഫ് എ കപ്പ് ചാമ്പ്യൻസ് ലീഗ് അതിന് മുമ്പത്തെ പരാജയപ്പെട്ടു. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ റോഡ്രിയുടെ ഒരു എഫക്റ്റ് വളരെ വലുതാണ്. പിന്നെ അവരുടെ ടീമിലാണെങ്കിലും നമുക്കറിയില്ല, കാരണം ഒരുപാട് നല്ല പ്ലെയേഴ്സ് റിസർവ് ബെഞ്ചിലുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ സ്പെയിനിന് ഒരു മുൻതൂക്കമുണ്ട്, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതൊന്നും അല്ല ചരിത്രം. ഒരു ഡൗട്ട് അത് ഞാൻ പറഞ്ഞത് 2016 ഇതേപോലെയായിരുന്നു ഇംഗ്ലണ്ടിനെ പോലെയായിരുന്നു പോർച്ചുഗൽ ടീം. പക്ഷെ അവസാനം നമ്മൾ അവർ കപ്പ് നോക്കി. അതുപോലെ വല്ല അട്ടിമറിയും നടക്കൂ, അട്ടിമറി എന്ന് പറയാൻ പറ്റൂല. എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലണ്ട് മികച്ച ടീമാണ്. നമ്മൾ ഈ ഒരു ടൂർണമെൻറ്റിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാർട്ട് അത്ര നല്ലതായിരുന്നില്ല, പ്രതീക്ഷിച്ച രീതിയിൽ. കാരണം ഏറ്റവും താരനിബിഡമായൊരു ടീമാണ് ഇംഗ്ലണ്ട്. കാരണം ഇംഗ്ലണ്ടിൻ്റെ ഓരോ പ്ലെയേഴ്സും നമുക്ക് ഫെമിലറാണ്. കാരണം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച താരങ്ങളാണ്. ബെല്ലിംഗാം ഉണ്ട്, കെയ്ൻ ഉണ്ട്, എല്ലാവരും. ഇപ്പം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡെക്ലാൻ റൈസ്, ഇങ്ങനെ ഏത് മേഖല എടുത്തു നോക്കും, ലൂക്ക് ഷോയെ പോലത്തെ താരങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം കൈൽ വാക്കർ, എങ്ങനെ നോക്കുകയാണെങ്കിൽ ഏത് മേഖലയിലും. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണ് കേട്ടോ? ഇത്രയും വലിയൊരു ടീം ഉണ്ടായിട്ടും ഈ യൂറോ കപ്പിൽ പൊതുവെ എല്ലാവരും പറയുന്നത് ഒരു ബോറൻ കളി കളിക്കുന്നത് ഇംഗ്ലണ്ട് എന്നാണ് പറയുന്നത്. പൊതുവെ എല്ലാവരും പറയുന്നത് ഇത്രയും വലിയ ടീമാണ്, പ്രീമിയർ ലീഗിലെ ഇത്രയും സൂപ്പർ സ്റ്റാറുകൾ ഒന്നിച്ചു വരുന്ന ഒരു ടീമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഈ ബോറൻ കളികൾ കളിക്കുന്നതെന്ന് പറയുന്നത്? അതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ സൗത്ത് ഗേറ്റിൻ്റെ ഒരു ശൈലി നമുക്കറിയാം. കാരണം കുറച്ചൊന്ന് കോഷ്യസ് ആയുള്ള ഒരു അപ്രോച്ചാണ് അദ്ദേഹം എടുക്കാറ്. നമ്മൾ പല കളിയും കാണുമെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് കളി സെർബിയക്കെതിരെ 1-0 വിജയമായിരുന്നു. അത് കഴിഞ്ഞ് ഡെൻമാർക്കിനെതിരെ ഒരു സമനിലയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത മത്സരം വന്നപ്പോൾ അതും ഒരു ഡ്രോ ആണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ എനിക്ക് തോന്നുന്നു സെമിയിലാണ് ശരിക്കും ഇംഗ്ലണ്ടിൻ്റെ ഒരു വിശ്വരൂപം ഒരു പരിധി വരെ പുറത്തെടുത്ത്. അതും ആദ്യ ഗോൾ വീണതിന് ശേഷം നെതർലാൻഡ്സ് സാബി സിമൺസ് ഒരു ഗോൾ നേടിയപ്പോൾ ഇംഗ്ലണ്ട് ശരിക്കും അറ്റാക്കിംഗ് ഫുട്ബോളിലേക്ക് മാറി. അതുപോലെ കേട്ടോ, അവസാന നിമിഷങ്ങളിലാണ് അവർ പല കളികളിലും ജയിച്ച് കയറി വന്നത്. നിർണായകമായ ഇഞ്ചുറി ടൈമുകളിലും എല്ലാമാണ് അവർ ജയിച്ചത്. പിന്നെ ഒരു പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അവർ ജയിച്ചിട്ടുണ്ട്. അതേപോലെ സ്പെയിനിൻ്റെ മത്സരത്തിലും അങ്ങനെ ഒരു അത്ഭുതം നടക്കുമോ?
കാരണം ഈ പെനാൽറ്റി ഷൂട്ടൗട്ട് വന്നു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഒരു ടെൻഷനാണ്. കാരണം കഴിഞ്ഞ ഇറ്റലിയായിട്ടുള്ള മത്സരത്തിൽ അവർ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് തോറ്റത് കഴിഞ്ഞ യൂറോ ഫൈനൽ. അതേസമയം സ്പെയിനിനെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ, സ്പെയിനല്ല സ്പാനിഷ് ടീമിനെ എടുത്ത് നോക്കി, അതിപ്പം ബാഴ്സ ആയാലും റയൽ ആയാലും സ്പെയിൻ എന്ന് പറയുന്ന രാജ്യമായാലും ഫൈനലിലെത്തുമ്പോൾ അവരെ വെല്ലാൻ അവരുടെ റെക്കോർഡ് അങ്ങനെയാണ്. അവർ ഫൈനലിൽ അവർ മിക്കവാറും ജയിച്ചിട്ട് ആ ചരിത്രമേ ഉള്ളൂ കഴിഞ്ഞുള്ള കുറച്ചുള്ള പഴയ ജനറേഷൻ, ഒരു 2008-12 കാലഘട്ടം. അപ്പോൾ ഇംഗ്ലണ്ടിന് ഒരു കടുത്ത വെല്ലുവിളിയായിരിക്കും. അത് സൗത്ത് ഗേറ്റും ഈ ഇംഗ്ലണ്ടിൻ്റെ യുവനിരയും എങ്ങനെ നേരിടും? ഈ സൗത്ത് ഗേറ്റിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒന്ന് ആദ്യം ചോദിച്ച കാര്യം പറയുകയാണെങ്കിൽ അവർ കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് വളരെ കോഷ്യസ് ആയിട്ടുള്ള അപ്രോച്ചാണ് ഇംഗ്ലണ്ടിൻ്റേത്. കാരണം ഇംഗ്ലണ്ട് ഒന്ന് ഗോൾ എന്നതിനേക്കാൾ ഉപരി ആദ്യം ഗോൾ വഴങ്ങാതിരിക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ കുറച്ചൊരു ഡിഫൻസീവ്, അവരുടെ ശൈലിയും അങ്ങനെ തന്നെയാണ്, നമുക്കറിയാലോ. അപ്പോൾ അതുണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഒരു ഗോൾ വീണ് കഴിഞ്ഞാൽ തിരിച്ചു വരാനും, കാരണം അറ്റാക്കിംഗ് മൈൻഡ് സെറ്റുള്ള ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ബെല്ലിംഗാമിനെയൊക്കെ റയൽ മാഡ്രിഡിൽ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാൻ ഇദ്ദേഹം സൗത്ത് ഗേറ്റിന് പറ്റുന്നുണ്ടോ എന്നുള്ളതൊരു കൺഫ്യൂഷൻ ഉണ്ട്. മീഡിയയൊക്കെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നു. അതെ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ബെല്ലിംഗാമിൻ്റെ ആ ഗോൾ ഉണ്ടല്ലോ, അപ്പം സ്ലോവാക്യക്കെതിരെ രക്ഷകനായി വന്ന അദ്ദേഹം അവസാന നിമിഷം സ്റ്റോപ്പേജ് ടൈമിന് തൊട്ട് മുമ്പ് നേടിയ ഗോൾ. അപ്പോൾ അതൊക്കെ നോക്കുമ്പം ബെല്ലിംഗാം ഓക്കെ, ഹെഡ്ലൈനിൽ ഉണ്ട്. ബെല്ലിംഗാമിൻ്റെ ഗോൾ സൂപ്പറായിരുന്നു, കളി നിയന്ത്രിച്ചു, മാറ്റി പുതിയ തലത്തിലേക്ക് കൊണ്ടുവന്നു, വിജയത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ബെല്ലിംഗാമിനെയൊക്കെ മേജറായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരിയായുള്ള ഒരു പൊട്ടൻഷ്യൽ അനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ആ വിമർശനം ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പം സൗത്ത് ഗേറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിന് എത്രയൊക്കെ നമ്മൾ അദ്ദേഹത്തെ വിമർശിക്കുകയാണെങ്കിലും അദ്ദേഹം ഇംഗ്ലണ്ടിനെ ഒരു വേറെ തലത്തിലേക്ക് എത്തിച്ച കോച്ച് തന്നെയാണ്. ഇംഗ്ലണ്ടിന് മുമ്പും വലിയ വലിയ താരങ്ങളുണ്ട്, ലെജൻഡ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ വെയിൻ റൂണിയും പിന്നെ ഇപ്പം ജെറാർഡും ഇവരെല്ലാം ഒരുമിച്ച്, സ്കോൾസും പിന്നെ ലംബാർഡും ഇവരെല്ലാം ഒരുമിച്ച് കളിച്ച ഒരു ജനറേഷനൊക്കെ ഉണ്ടായിരുന്നു. ബെക്കാം അതിന് മുമ്പ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പണ്ടാണെങ്കിൽ ലിനേക്കർ, അങ്ങനെയൊക്കെയുള്ള ലെജൻഡറി ആയുള്ള പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ അവരെക്കാളൊക്കെ ഉപരിയായിട്ട് ഇംഗ്ലണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത്രയും കാലം, അതായത് ഒരു 8 വർഷം, കഴിഞ്ഞ 8 വർഷം വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് സൗത്ത് ഗേറ്റിൻ്റെ ശിക്ഷണത്തിൽ ഇംഗ്ലണ്ട് കളിച്ചത്. 2016 തോന്നുന്നു അദ്ദേഹം കോച്ചിങ് സ്ഥാനത്ത് വരുന്നത്. 2018 ഇംഗ്ലണ്ടിനെ വർഷങ്ങൾക്ക് ശേഷം 2018 ലോകകപ്പിൻ്റെ സെമി വരെ എത്തിച്ചു. അതിനുശേഷം 2021 നടന്ന 20 യൂറോ, അതായത് 20 യൂറോ ആണ് 21 നടന്ന കോവിഡ് കാരണം, അതിൽ ഫൈനലിൽ എത്തിച്ചു. സ്വന്തം നാട്ടിൽ കപ്പിനും ചുണ്ടിനിടയിലാണ് കിരീടം നഷ്ടമായത്. അറിയാലോ, ഇറ്റലിയുടെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ. അത് കഴിഞ്ഞ് ഇതാ ഇപ്പോൾ വീണ്ടും ബാക്ക് ടു ബാക്ക് യൂറോ ഫൈനൽ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുട്ബോൾ കാണുന്നവർക്ക് കളി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും റിസൾട്ട് ഉണ്ടാവുന്നുണ്ടാവും. എക്സാക്ട്ലി. പക്ഷേ ട്രോഫികൾ കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. അവസാന നിമിഷം അവർക്ക് കാളിടും. പിന്നെ വിജയിക്കുക എന്നുള്ളതാണല്ലോ ഇപ്പം ഒരു തന്ത്രം. അതാണല്ലോ ഇപ്പോൾ പറഞ്ഞത്, ഫുട്ബോൾ ബോറിംഗ് ആവുന്നു എന്നുള്ള രീതിയിലുള്ള ക്യാമ്പയിനിങ് ഒക്കെ നടക്കുന്നു, ആ രീതിയിലുള്ള പ്രമുഖരൊക്കെ പറയുന്നു. പക്ഷേ ഇന്ന് വിജയമാണ് പ്രധാനം. പക്ഷേ സൗത്ത് ഗേറ്റ് ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ സൗത്ത് ഗേറ്റ് നല്ലൊരു സ്ട്രാറ്റജിസ്റ്റാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് അന്ന് കുറച്ചും കൂടി ഒരു യങ് സൈഡായിരുന്നു കഴിഞ്ഞ യൂറോയിൽ. കാരണം സാക്ക പെനാൽറ്റി മിസ്സാക്കുന്നു, റാഷ്ഫോർഡ് മിസ്സാക്കുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മാറി ഇപ്പം കുറച്ചും കൂടെ മെച്യൂർ ആയിട്ടുണ്ട്. സാക്കയുടെ പെർഫോമൻസ് നമ്മൾ നോക്കണം, അത്രയും മെച്യൂർ ആയിട്ടാണ് അദ്ദേഹം പെർഫോം ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഹാരി കെയ്ൻ പലപ്പോഴും പിന്നോട്ട് പോകുമ്പോഴും സാക്കയുടെ ഒറ്റ ഇതിലാണ് കളി മുന്നോട്ട് പോകുന്നത്. എന്തെങ്കിലും ഒരു ബോൾ ഫ്രണ്ടിലോട്ട് വരുന്നെങ്കിലും അത് സാക്കയുടെ ഒറ്റ ഒരു കഴിവാണ്. പിന്നെ നമുക്കുണ്ട് ബെല്ലിംഗാം ആയാലും മൈനു ആയാലും ഡെക്കാൻ റൈസ് ആയാലും എല്ലാവരും ഉണ്ട്. പക്ഷേ ഫ്രണ്ടിൽ ആ 3 പേരിൽ ഫോഡൻ, കെയ്ൻ, നമ്മുടെ സാക്ക, ഇതിൽ മെയിനായിട്ട് നമുക്ക് പറയേണ്ട ഒരു പേര് സാക്കയുടെ കളി. അതെ, അത് മാത്രമല്ല സാക്ക പെനാൽറ്റി വളരെ അനായാസം. കാരണം സാധാരണഗതിയിൽ ഇംഗ്ലണ്ട് പെനാൽറ്റി വരുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം പ്രഷർ സിറ്റുവേഷൻ വരുമ്പോൾ ഇംഗ്ലണ്ട് പിന്നോട്ട് പോകുന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷേ ഇംഗ്ലണ്ട് ഇപ്പോൾ അതൊക്കെ കുറേ മറികടന്നിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് സിഗ്നലാണ്. പിന്നെ ഫൈനലാണ്, ആ ഫൈനൽ 1 മാച്ചാണ്. ആ ടൂർണമെന്റിലെ ടീം കപ്പടിക്കണം എന്നില്ല. കോച്ച് പറഞ്ഞിട്ടുണ്ട്, സ്പാനിഷിന്റെ കോച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇംഗ്ലണ്ടിനെ എഴുതി തള്ളാൻ പറ്റൂല, ഒരൊറ്റ കളിയാണ്, എന്ത് സംഭവിക്കാന്ന് കോച്ച് ഇന്നലെ സ്റ്റേറ്റ്മെന്റ്. കളി ഒറ്റയ്ക്ക് മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരുപാട് പ്ലേയേഴ്സ് ഇംഗ്ലണ്ട് നിരയിലുണ്ട്. ബെല്ലിംഗാം തന്നെ മതി. പിന്നെ അതുകൂടാതെ കോബി മൈനോയുടെ ഒരു പെർഫോമൻസ് മിഡ്ഫീൽഡിൽ അത്രയും ഒരു ഫ്ലോയോടെയാണ് കളിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഡെക്ലാൻ റൈസിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഡിപ്പെൻഡബിൾ ആയിട്ട് നിൽക്കുന്നത് കോബി മൈനോ ആണ്. പിന്നെ ഇംഗ്ലീഷ് സൈഡിൽ. പിന്നെ അതുകൂടാതെ സാക്കയുടെ പെർഫോമൻസ് പറഞ്ഞു. നമ്മുടെ സ്പാനിഷ്, ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ സൈഡാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. നമ്മൾ സ്പാനിഷ് സൈഡിലോട്ട് വരുമ്പോൾ പൊതുവേ എൻ്റെ ഒരു അഭിപ്രായമാണ്, ശരിയാണെന്നറിയില്ല, പൊതുവേ ഒരു ആവറേജ് പ്ലേയേഴ്സാണ്. നമ്മൾ ഇപ്പോൾ പല പ്ലേയേഴ്സിനെ എടുത്താലും ആവറേജ് പ്ലേയേഴ്സുകളാണ്. നമ്മൾക്ക് ക്ലബ് ഫുട്ബോളിൽ അവരുടെ വലിയ പ്രകടനമൊന്നുമില്ല. പക്ഷേ അവർ രാജ്യാന്തര ഫുട്ബോളിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ സ്പെയിനിലെ ഫുട്ബോളിലോട്ട് വരുമ്പോൾ അവർ മികച്ച പ്രകടനം എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കോച്ചിൻ്റെ ഒരു വിജയമാണോ? അത് എങ്ങനെയാണ്? ഇപ്പോൾ അവരൊരു പൊസിഷൻ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നവർ ഇപ്പോൾ ഡയറക്റ്റ് ഫുട്ബോളിലോട്ട് വന്നപ്പോൾ ഈ ഒരു ആവറേജ് പ്ലേയേഴ്സിന്, അതായത് നമ്മൾ മറ്റ് ടീമുകളിൽ എടുത്ത് നോക്കുമ്പോൾ വൻ താരനിരകൾ പറയും. ഇപ്പോൾ ഇംഗ്ലണ്ടിലെ താരനിര പറയും, എമാലൊക്കെ വൻ താരം ഭാവിയിലാവാനുള്ളവരാണ്. പക്ഷേ ഇപ്പം നമുക്ക് അവരെ പറയാൻ പറ്റില്ല. എന്നാലും ഒരു ആവറേജ് പ്ലേയേഴ്സ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചിലപ്പോൾ തെറ്റായിരിക്കാം. പക്ഷെ ആ ഒരു ആവറേജ് പ്ലേയേഴ്സിനെയും വെച്ചുകൊണ്ട് ഇത്രയും നല്ലൊരു മികച്ച പ്രകടനം കാഴ്ച
കാഴ്ചവെക്കുന്നെങ്കിൽ അത് കോച്ചിനുള്ള ഒരു ക്രെഡിറ്റ് വലുതല്ലേ? തീർച്ചയായിട്ടും. കാരണം അദ്ദേഹത്തെ നിയമിച്ചപ്പം തന്നെ ഒരുപാട് പേര് നെറ്റി ചുളിച്ചിരുന്നു. കാരണം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത, അതൊരു മേജർ ടീമിനെ പരിശീലിപ്പിച്ച എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫോണ്ടേ പോലത്തെ ഒരാളെ എന്തിന് നിയമിച്ചു എന്നുള്ള രീതിയിലുണ്ടായിരുന്നു. കാരണം മുമ്പ് സ്പാനിഷ് കോച്ചുമാരെന്നൊക്കെ പറഞ്ഞാൽ അധികായന്മാരാണ്. ഒരുപാട് സ്പാനിഷ് പ്രമുഖരായ കോച്ചുമാർ ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പോൾ പെപ് ഗാർഡിയോളയൊക്കെ പോലുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം വരുന്നത്. പക്ഷേ അദ്ദേഹം അണ്ടർ-16, അണ്ടർ-19, അണ്ടർ-23 ഇങ്ങനെ സ്പെയിൻ്റെ ഒരുവിധം യൂത്ത് സൈഡിനെയൊക്കെ നല്ല രീതിയിൽ പരിശീലിപ്പിച്ച് ഇന്ന് കാണുന്ന പല 25 വയസ്സിന് താഴെയുള്ള പല പ്ലേയേഴ്സും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ്. അദ്ദേഹത്തിന് അറിയാം ഇവരെങ്ങനെ കളിപ്പിക്കണം എന്നുള്ളത്. അത് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോണ്ടേ. കാരണം ആദ്യം നേഷൻസ് ലീഗ് ആണെങ്കിൽ പോലും അതൊരു കിരീടമാണ്. അധികം കുറച്ച് മുമ്പ് അദ്ദേഹം അത് നേടി. അത് കഴിഞ്ഞിപ്പോൾ യൂറോയിൽ വന്ന ഏറ്റവും മികച്ച പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത്. പിന്നെ സുഭാഷ് ചോദിച്ച കാര്യമാണെങ്കിൽ, കാരണം നമ്മൾ 2008 മുതൽ 2012 വരെയുള്ള ആ ഒരു സ്പാനിഷ് ടീം ഉണ്ടല്ലോ, അതായത് ഡ്രീം റൺ ആ സമയമായിരുന്നല്ലോ. കാരണം അന്നത്തെ സ്പാനിഷ് ടീം എന്ന് പറഞ്ഞാൽ ഡേവിഡ് വിയ, ഇനിയസ്റ്റ, സാവി, അത് പിന്നെ സാബി അലോൺസോ. അപ്പോൾ ഈ ഒരു ടീമിനെ വെച്ച് നോക്കുമ്പോൾ ശരിയാണ്, ഒക്കെ നോക്കുമ്പോൾ ഒറ്റ മാത്രയിൽ ഇപ്പോൾ 1-2 സ്റ്റാർസൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ലാമിനെ യമാലിനെ പോലെ ഒരു യങ് സ്റ്റാർ, അല്ലെങ്കിൽ റോഡറിയെ പോലെ ഒരു സീസൺഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ്, ഇങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഡിഫൻസിലും ഉണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിലും നല്ല രീതിയിൽ ടീം വർക്കോടെ അവർക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത് ലാമിനെ യമാലിന് വെറും 16 വയസ്സ്, ഇപ്പോൾ 17 ആയിട്ടുള്ളൂ. പക്ഷേ ആ ഒരു കളി ഇപ്പം ഫ്രാൻസിനെതിരെയുള്ള ഒരു കളി, നിക്കോ വില്യംസ് 21 വയസ്സ്, വളരെ യങ് ആയിട്ടുള്ള പ്ലെയറാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും വന്നതോടുകൂടി തന്നെ ആ ടീമിൻ്റെ ആ ഒരു ടോട്ടൽ എനർജി മാറി. ടെമ്പോ ഇവരാണ് നിയന്ത്രിക്കുന്നത്. അതിനൊപ്പം റോഡറിയും കൂടെ ചേരുമ്പോഴുള്ള ഒരു കോമ്പിനേഷൻ. അതിനൊപ്പം ഫാബിയൻ റൂയിസിനെ പോലത്തെ പ്ലേയേഴ്സൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയുള്ളുണ്ട്. ഡിഫൻസിൽ നാച്ചോ ഉണ്ട്, അല്ലെങ്കിൽ കർവഹാലുണ്ട്, അതുകൂടാതെ ലപ്പോട്ടയുണ്ട്. പിന്നെ ഇദ്ദേഹമാണെങ്കിലും നമ്മുടെ ഗോൾ കീപ്പർ ആണെങ്കിലും വളരെ നല്ല രീതിയിലാണ് അദ്ദേഹം കളിക്കുന്നത്, ഉനൈ സിമോൺ. കാരണം സ്പെയിനു വേണ്ടി കളിക്കുമ്പോൾ വേറെ ലെവലിൽ കളിക്കുന്ന പ്ലെയറാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും സ്പെയിൻ്റെ കളി ആകെ അങ്ങ് മാറിയിട്ടുണ്ട്. വളരെ ഒരു വിഗർനെസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഫ്രാൻസുമായിട്ടുള്ള സെമി ഫൈനൽ, ഫ്രാൻസ് പൊതുവെ തപ്പി തടഞ്ഞൊക്കെയാണ് കളിച്ചത്. പക്ഷേ ഫ്രാൻസ് സെമിയിൽ വന്നപ്പോൾ ആദ്യം തന്നെ അവരൊരു ഗോൾ നേടി. എംബാപ്പയുടെ ഒരു മനോഹരമായ ഒരു ക്രോസ്, അതിൽ നിന്ന് നമ്മുടെ കോലോ മുവാനി ഗോൾ നേടി തുടക്കത്തിൽ തന്നെ. അതെ, തുടക്കത്തിൽ തന്നെ. സാധാരണഗതിയിൽ ഫ്രാൻസിനെ പോലത്തെ ഒരു ടീം ദശാംശിൻ്റെ ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ പിന്നെ ഗോൾ അടിപ്പിക്കാൻ സമ്മതിക്കില്ല. ആ രീതിയിലുള്ള ഡിഫൻസ് അവർക്കുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ആ ഒരു മിനിറ്റുകൾക്കകം സ്പെയിനിന് തിരിച്ചടിക്കാൻ പറ്റും. പക്ഷേ ആ ഗോൾ എന്ന് പറയുന്നത് ഒരു വണ്ടർ ഗോളാണ്. കാരണം അതൊരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആയിരുന്നു യമാലിൻ്റെ. കാരണം അതാരും പ്രതീക്ഷിക്കുന്നില്ല. ആ ഒരു ആംഗിളിൽ ഇത് എന്താ പറയുക, ജസ്റ്റ് നമ്മളെ ബോക്സിൽ നിന്ന് പുറത്ത് നിന്ന് ഒരു കേളിംഗ് ആയിട്ടുള്ളൊരു ഷോട്ട് ശരിക്കും ഞെട്ടിപ്പോയി. പിന്നെ അതേപോലെ തന്നെ ഡാനി ഓൾമോയും അതേപോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഉള്ള ഗോൾ നേടി. അപ്പോൾ ഇത്രയും ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഉള്ള ഒരുപാട് യങ് പ്ലേയേഴ്സ് ഉള്ള ഒരു നിരയാണ് സ്പെയിൻ. അതിനൊപ്പം മികച്ച തന്ത്രം. അപ്പോൾ ഈ യൂറോ കപ്പ് കഴിയുമ്പോൾ ഒരു മെസ്സിയോ റൊണാൾഡോ ഉണ്ടായില്ലെങ്കിലും ഒരു യമാലും ഒരു നിക്കോ വില്യംസും ഒരു മൈനയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അത് മാത്രമല്ല, ഇത്രയും ടീമുകൾ കളിക്കുന്നതാണ് യൂറോ കപ്പ് എന്ന് പറഞ്ഞാൽ. ഹൈലി ഇൻറ്റൻസ് ആയിട്ടുള്ള ബാറ്റിലാണ്. ഒരു ടീം മോശമായിട്ട് പെർഫോം ചെയ്തില്ല. ഇപ്പോൾ ജോർജിയ എത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്തു, റൊമേനിയ എത്ര മികച്ച കളി കാഴ്ചവെച്ചു, സ്വിറ്റ്സർലാൻഡ്, പിന്നെയാണെങ്കിൽ ഇവൻ സ്ലോവാക്കിയ ആണെങ്കിലും എല്ലാ സൈഡും അവരെ കൊണ്ട് കഴിയുന്ന പോലെ, ഓസ്ട്രിയ. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ എന്നിട്ട് പോലും അതിൽ ഏറ്റവും മികച്ച ടീമുകൾ തന്നെയാണ്. എത്രയായാലും ഫൈനലിൽ എത്തുന്ന 2 ടീമുകളും മികച്ച ടീമുകൾ തന്നെയാണ്. പിന്നെ ഇംഗ്ലണ്ട് ആദ്യം കുറച്ച് സ്ലോ സ്റ്റാർട്ടൊക്കെ ആയിരുന്നു. ഇംഗ്ലണ്ടിൻ്റെ അത്ര ആധികാരിക പ്രകടനമല്ലായിരുന്നു. കാരണം അവരുടെ ടീം വളരെ സ്റ്റോപ്പാണ്. പക്ഷേ അതിൽ നിന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ആരാധകർക്ക് ഇല്ലായിരുന്നു. ഇല്ല മീൻസ് കിട്ടിയില്ല. പക്ഷേ ഇനി സെമിയിൽ വന്നപ്പോൾ അവരത് കാണിച്ചു കൊടുത്തു. ഒരു ഗോൾ വീണപ്പോൾ അവർക്ക് ഞങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാനോ അറിയാം, ഡിഫൻസ് ഒന്നല്ല, ഞങ്ങളുടെ കോച്ച് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ഞങ്ങൾ ഫ്ലെക്സിബിളായിട്ട് കളിക്കുന്നു എന്നുള്ളൊരു ഫീൽ തന്നു. പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ ബോൾ മൂവ് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ് അല്ലേ ഇപ്പോൾ ബെല്ലിംഗാമിനെയൊക്കെ പോലുള്ള പ്ലേയേഴ്സ്. അറിയാമല്ലോ നമുക്ക് ഏത് രീതിയിലും എങ്ങനെയും ഫ്ലെക്സിബിളായി കളിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഫൈനലാണ്. കഴിഞ്ഞ തവണ എല്ലാവരും പറഞ്ഞു ഇംഗ്ലണ്ട് കപ്പടിക്കുന്നതായിരുന്നു. പക്ഷേ ഇറ്റലിയാണ് അവസാനം കപ്പടിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു 90 മിനിറ്റ്സ് അല്ലെങ്കിൽ അതിന് ശേഷമുള്ള എക്സ്ട്രാ ടൈമും പിന്നെ പെനൽറ്റി ഷൂട്ടൗട്ടാണ്. പിന്നെ പെനൽറ്റി ഷൂട്ടൗട്ടിൽ ഇത്തവണ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇംഗ്ലണ്ട് ഒരു പെനൽറ്റി ഷൂട്ടൗട്ട് വിജയിച്ച് വന്നിരിക്കുക. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ചേട്ടൻ പറയുന്നത് പോലെ ഒരു യുവനിരയും എക്സ്പീരിയൻസ് ഉള്ളതാണ്. ബാലൻസ് ചെയ്തിട്ടുള്ള 2 ടീമാണ് ഇംഗ്ലണ്ട് ആയാലും സ്പെയിൻ ആയാലും. കഴിഞ്ഞ യൂറോ കപ്പിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് ഇംഗ്ലണ്ട് തോക്കുന്നത്. അന്ന് യുവനിരയായിരുന്നു റാഷ്ഫോർഡും സാക്കുമൊക്കെ. അന്ന് പെനാൽറ്റി മിസ് ചെയ്തു. ഈ 2 ടീമിലും ഈ യൂറോ കപ്പ് ഫൈനൽ വരുമ്പോൾ അതേപോലൊരു യുവനിരയാണ് വരുന്നത്. യമാലായാലും നിക്കോ വില്യംസ് ആയാലും കോബി മൈനോ ആയാലും നമ്മുടെ ബെല്ലിംഗാം ആയാലും ഫോഡനും അധികം അപ്പോൾ ഇവര് ഈ യുവനിര എക്സ്പീരിയൻസ് പ്ലേയേഴ്സിന് നമുക്ക് വിടാം. ഈ യുവനിര ഇനി അഥവാ പെനാൽറ്റി ഷൂട്ടൗട്ടിലോട്ട് പോകുമ്പോൾ ഇവരുടെ ഈ പ്രഷർ ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ കണ്ടു വളർന്ന മെസ്സി റൊണാൾഡോ അവർക്ക് ഇത്രയും വിമർശനങ്ങളില്ലായിരുന്നു. എന്തായാലും സോഷ്യൽ മീഡിയയിലായാലും
അല്ലെങ്കിൽ മീഡിയാസ് ആയാലും ഇത്രയും അവരെ വിമർശിച്ചിട്ടില്ല. അവർ ലെജൻസാണ്, അവർ ഗോട്ടാണ്. എന്നാലും ഇപ്പോൾ ഉള്ള യുവനിര പ്ലേയേഴ്സിനുണ്ടാവുന്ന ഒരു വിമർശനം അവർക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പെനാൽറ്റി മിസ് ചെയ്യുകയോ ഇല്ലെങ്കിൽ കളി തോൽക്കാൻ ആ ഒരു പ്ലെയർ കാരണമാവുകയോ ചെയ്തു കഴിഞ്ഞാൽ മാധ്യമങ്ങളായാലും സോഷ്യൽ മീഡിയ ആയാലും ഫാൻസ് ആയാലും വലിച്ചു കീറി ഒട്ടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊരു സുപ്രധാന ഫൈനലാണ്, യൂറോ കപ്പ് എന്ന് പറയുന്ന ഫൈനൽ. രണ്ട് ടീമിനും അതിനായ പ്രാധാന്യമുണ്ട്. ഇംഗ്ലണ്ട് അറിയാം, നമ്മൾ ഒരുപാട് നാളായി ഒരു കമ്മിങ് ഹോം എന്നാണ് അവർ പറഞ്ഞത്. ഇംഗ്ലണ്ടാണ് ഫുട്ബോളിൻ്റെ ഉപജ്ഞാതാക്കൾ. സ്പെയിനും പടിയെ ഉയർന്ന് ഇപ്പോൾ ഒരു യൂറോപ്പിൽ തന്നെ ഒരു ടോപ്പ് ടീമായിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പം ഈ രണ്ട് ടീമിലുള്ള ഈ യുവനിരകൾ ഇനി അഥവാ പെനാൽറ്റി ഷൂട്ടൗട്ടിലോട്ട് പോവുക അല്ലെങ്കിൽ നമ്മുടെ ഫൈനൽ, ഇവർ ഈ പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? തീർച്ചയായിട്ടും പ്രഷർ ഹാൻഡിൽ ചെയ്യണം. ഹാൻഡിൽ ചെയ്ത് പഠിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് സ്പെയിൻ ആണെങ്കിലും ഇംഗ്ലണ്ടാണ്. പക്ഷേ ഇവരെല്ലാം ഇൻ്റർനാഷണൽ ഫുട്ബോളിലാണെങ്കിലും ക്ലബ് ഫുട്ബോളിലാണെങ്കിലും ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള മത്സരങ്ങളൊക്കെ കളിച്ച് പരിചയിച്ച് ശീലമുള്ള ആൾക്കാരാണ്. പിന്നെ അത് മാത്രമല്ല, അവർക്ക് ഒരു ബാലൻസ്ഡ് സൈഡാണല്ലോ. ഇപ്പം അൽവാരോ മൊറാട്ടയൊക്കെ പോലുള്ള വളരെ എക്സ്പീരിയൻസ് ആയ പ്ലേയേഴ്സ് സ്പെയിനിലുണ്ട്. ഇപ്പുറത്ത് ഹാരി കെയിനെ പോലെ എത്രയോ എക്സ്പീരിയൻസ്ഡ് ആയ എത്രയോ മത്സരങ്ങൾ കളിച്ച മികച്ച രീതിയിൽ ഇത്തരം മത്സരങ്ങളൊക്കെ അഭിമുഖീകരിച്ചൊരു പ്ലെയർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ബാലൻസ് ചെയ്യപ്പെടുമെന്നാണ് തോന്നുന്നത്. നമുക്കൊന്നും പറയാൻ പറ്റില്ല, നമുക്കൊരു എക്സ്പെക്ടേഷൻ പറയാൻ പറ്റില്ല. അപ്പോൾ ഗോൾ കീപ്പേഴ്സ് ആണെങ്കിൽ രണ്ടുപേരും ഈക്വലി ബാലൻസ്ഡ് ആണ്, പിക്ഫോർഡ് ആണെങ്കിലും ഇപ്പുറത്ത് ഉനൈ സിമോൺ ആണെങ്കിലും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഒരു കാര്യം കൂടെ വിട്ടുപോയതാണ്. അതായത് സൗത്ത് ഗേറ്റ് സാധാരണ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ഇത്തിരി പ്രശ്നമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ 2 സബ്സ്റ്റിറ്റ്യൂഷനാണ് വർക്കൗട്ട് ആയത്. കാരണം നമുക്കറിയാം ചെൽസിയിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പാൽമർ, പുള്ളി അടിച്ചതിൽ കൂടുതൽ ഗോളും പെനാൽറ്റിയിലൂടെയാണ് അടിച്ചത്. പെനാൽറ്റിയിലൂടെ, നിർണായക പെനാൽറ്റിയിലൂടെ. അങ്ങനെ മിസ്സായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു എനിക്കറിയില്ല, ചിലപ്പോൾ മിസ്സായി കാണും. പക്ഷേ എൻ്റെ ഒരു അറിവിൽ മിസ്സായിട്ടില്ല. പുള്ളി അടിച്ചതിൽ ഒരു പകുതിയിലേറെ ഗോളും പെനാൽറ്റിയിലാണ്. അപ്പോൾ ഇതേപോലെ ഒരു നിർണായക മത്സരത്തിൽ പുള്ളി ആദ്യം തൊട്ട് കളിപ്പിക്കാത്തതിന് ഭയങ്കരമായിട്ട് വിമർശനം ഉണ്ടായി. അതേപോലെ മൈനുവിനെ ആദ്യമൊന്നും കളിപ്പിക്കാതിരുന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറക്കിയിട്ട് പിന്നെ മൈനു ഫസ്റ്റ് 11-ൽ വരികയാണ് ചെയ്തത്. കാരണം നല്ലൊരു പെർഫോമൻസ് കളിച്ചിട്ടാണ് മൈനു ടീമിലോട്ട് ഇടം പിടിച്ചത്. അതേപോലെ പാൽമറിനെ കഴിഞ്ഞ കളിയിൽ അവസാന നിമിഷം ഇറക്കി ആ പാൽമറിൻ്റെ അസിസ്റ്റിൽ മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഗോൾ അടിക്കുകയും വാട്കിൻസ് ഗോൾ അടിക്കുകയും ചെയ്തു. ഇത് സൗത്ത് ഗേറ്റിന് ഒരു അടിയാണ്. പക്ഷേ അത് സൗത്ത് ഗേറ്റിൻ്റെ ഒരു തന്ത്രമായിട്ട് നമുക്ക് പറയാം. കാരണം ഫൈനൽ വരെ ഇവരെല്ലാം മുന്നിൽ അപ്പോൾ ഇറക്കി കളിപ്പിക്കാമെന്നുള്ളൊരു ഐഡിയ പറയാം. നമുക്ക് ലോങ് മാച്ച് പോകുമ്പോൾ എക്സ്ട്രാ ടൈമിലേക്കൊക്കെ പോകുമ്പോൾ അവരുടെ തന്ത്രമായിരിക്കും. കാരണം പാൽമർ അത്ര ഏജ് ഇല്ലെങ്കിൽ പോലും പെനാൽറ്റിയിൽ എക്സ്പീരിയൻസാണ്. കാരണം അത് പ്രീമിയർ ലീഗിൽ കൂളായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മിക്കവാറും അവസാന കളി ഫൈനലിലും പാൽമറിനെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറക്കാനും ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി ബേസിക്കലി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സ്പെയിനെ സംബന്ധിച്ച് സ്പെയിൻ എന്തായാലും അവരുടെ ഒരു ഫ്രീ ഫ്ലോ ഉള്ള അറ്റാക്കിൽ തന്നെയായിരിക്കും അവർ മുന്നോട്ട് പോകുക. ഒരു അറ്റാക്കിംഗ് ഗെയിം ആയിരിക്കും. അപ്പോൾ അവർ തുടക്കത്തിൽ തന്നെ ഒരു ഗോളൊക്കെ നേടി ഇംഗ്ലണ്ടിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമമായിരിക്കും. പക്ഷേ ഇംഗ്ലണ്ട് ചിലപ്പോൾ കുറച്ച് കോഷ്യസ് അപ്രോച്ച് തന്നെയായിരിക്കും ഫൈനലിലും ആവിഷ്കരിക്കാമെന്ന് തോന്നുന്നു. ഇത്തിരി സ്ലോ സ്റ്റാർട്ടായിരിക്കും. അത്യാവശ്യം ബോളൊക്കെ ഹോൾഡ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിലായിരിക്കും. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും മത്സരം 90 മിനിറ്റ്സ് തന്നെ എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എക്സ്ട്രാ ടൈമൊക്കെ പിന്നെ വരുന്ന കാര്യമാണ്. പക്ഷേ തുടക്കത്തിൽ സ്പെയിനിനെ ഒന്ന് ഡിഫെൻസീവായിട്ട്, അതായത് ഒരു ഗോളൊക്കെ സ്പെയിനിൻ്റെ പോസ്റ്റിൽ വീഴുകയാണെങ്കിൽ അത്ര എളുപ്പമല്ല ഇംഗ്ലണ്ടിൻ്റെ എടുത്ത് നിലവിലെ സാഹചര്യത്തിൽ തിരിച്ചു വരിക എന്നുള്ളത്. ഇപ്പോൾ ഫ്രാൻസിനെതിരെ സ്പെയിൻ അത് തിരിച്ചു വന്നു. അപ്പോൾ അതുകൊണ്ട് സ്പെയിനിൻ്റെ ഒരു സ്വാഭാവിക ഗെയിമിനെ തടയിട്ടും കൊണ്ടുള്ള ഒരു സർപ്രൈസ് ഇംഗ്ലണ്ടിന് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ചിലപ്പം കാര്യങ്ങൾ വളരെ എളുപ്പം മീൻസ് ഇംഗ്ലണ്ടിന് കുറച്ചും കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ചെറിയൊരു മുൻതൂക്കം എന്തായാലും സ്പെയിനാണ്. ആ കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും ഇംഗ്ലണ്ടാണ് ടീം. ഇംഗ്ലണ്ട് ഒട്ടും മോശമല്ല. ലോകോത്തര താരങ്ങളാണ് അവർക്കുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും കുറച്ച് മണിക്കൂറേ ഉള്ളൂ. അവസാനമായിട്ട് ഒരു ചോദ്യം ചേട്ടാ, നമ്മൾ ആദ്യം ചർച്ച തുടങ്ങിയപ്പോൾ തൊട്ട് അല്ലെങ്കിൽ ടോക്ക് തുടങ്ങിയ തൊട്ട് നമ്മൾ പറയുന്നത് ഇംഗ്ലണ്ട് ബോറൻ കളി എന്നാണ് പറയുന്നത്. സ്പെയിന് നല്ല ഒരു ഗുഡ് കളിയാണ് കളിക്കുന്നതെന്ന് പറയുന്നത്. യൂറോ കപ്പ് ഈ സീസണിൽ യൂറോ കപ്പ് ഫൈനലിൽ എത്തി നിൽക്കുകയാണ്. പൊതുവെ എല്ലാവരുടെ അഭിപ്രായം കോപ്പ അമേരിക്കയും കാട്ടി യൂറോ കപ്പിന് ഒരു ബോറൻ കളിയായിരുന്നു. പല കളികളും ബോറൻ കളികളാണ്. ഏതാണ്ട് സ്പെയിനും ജർമ്മനിയുമായിട്ടുള്ള കളി മാറ്റി നിർത്തി കഴിഞ്ഞു. കാരണം സ്പെയിനിനെ നമ്മൾ ഇത്രത്തോളം വാനോളം പുകഴ്ത്തുന്നെങ്കിലും ജർമ്മനി അത്രത്തോളം ടഫ് കോമ്പറ്റീഷൻ മത്സരം കൊടുത്തു. മികച്ച കളി. കാരണം ഈ തവണത്തെ യൂറോ കപ്പ് ഫൈനലിലെ ബെസ്റ്റ് കളിയായിരുന്നു ആ ഒരു കളി. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പം പോർച്ചുഗലായാലും മറ്റ് മെയിൻ ടീമുകൾ ഏതെടുത്തു കഴിഞ്ഞാൽ ഇപ്പം നെതർലാൻഡ് ആയാലും മറ്റേത് ടീമുകൾ എടുത്താലും ഇംഗ്ലണ്ട് എടുത്താലും ഒരു ബെസ്റ്റ് പെർഫോമൻസ് അവർ കാണിച്ചിട്ടില്ല. അതുപോലെ ഒരു ബോറൻ കളിയാണെന്നാണ്
പൊതുവെയുള്ള ഒരു അഭിപ്രായം. ചേട്ടൻ അങ്ങനത്തെ ഒരു അഭിപ്രായം? തീർച്ചയായിട്ടും നമുക്ക് കാണുമ്പോൾ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല. അപ്പോൾ 1, 2, 3, 4, 5 മത്സരങ്ങൾ ഓക്കെ, ഇപ്പോൾ ചെറിയ ടീമുകളുടെ മത്സരങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ തുർക്കിയൊക്കെ നല്ല പെർഫോമൻസ്, തുർക്കി വിട്ടുപോയി നമ്മൾ പറയാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പം ഈ ടീമുകൾ തമ്മിലുള്ള അന്തരം കുറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എല്ലാ ഈ ഇപ്പം യൂറോ കപ്പിൽ ക്വാളിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അത്രക്കും സ്പോർട്ടിംഗ് നേഷൻസ് ഉണ്ട് യൂറോപ്പിൽ. അപ്പോൾ അവിടെ എല്ലാവരും പ്രധാനപ്പെട്ട ലീഗുകളിലാണ് കളിക്കുന്നത്. ഇപ്പോൾ ജോർജിയയുടെ ക്വിച്ചിയൊക്കെ കളിക്കുന്നത് ഇറ്റാലിയൻ ലീഗിലാണ്. അപ്പോൾ ജോർജിയൻ ടീമൊക്കെ ഉണ്ടാക്കിയ മാറ്റങ്ങൾ നമുക്ക്, ഓസ്ട്രേലിയയിലെ പല കളിക്കാരും ജർമ്മൻ ലീഗിലൊക്കെയാണ് കളിക്കുന്നത്. സ്വിറ്റ്സർലാൻഡിൻ്റെ കളിക്കാർ ലോകത്തെ പല പ്രമുഖ ലീഗുകൾ കളിക്കുന്നു. അപ്പം ആ ഒരു മാറ്റം, അതായത് എല്ലാവരുടെയും കളി പഠിച്ചിരിക്കുന്നു. ഇപ്പം പ്രീമിയർ ലീഗ് കളിക്കുമ്പോൾ കൃത്യമായിട്ട് ഇവർ എല്ലാ ദിവസവും ഇവരുമായിട്ട് കളിക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ഗെയിം അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വലിയ ടീമും ചെറിയ ടീമും എന്നുള്ളൊരു കമ്പാരിസണിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. കാരണം ലിച്ചൻസ്റ്റീനും ഈ പറയുന്ന ടീമൊന്നും കളിക്കുന്നില്ലല്ലോ, അവർക്കൊന്നും ക്വാളിഫിക്കേഷൻ ഇല്ലല്ലോ. അപ്പം സാൻ മെറീനോ, ലിച്ചൻസ്റ്റീൻ, ലക്സംബർഗ് ഒന്നും. അപ്പം ക്വാളിഫൈ ചെയ്യുന്ന ടീമുകളെന്ന് പറഞ്ഞാൽ ആ ലെവലിലുള്ള ടീമുകൾ. അപ്പോൾ കുറച്ചും കൂടി ഇൻറ്റൻസ് ബാറ്റിൽ നടക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ഫുട്ബോൾ ഒരു സൗന്ദര്യാത്മകം എന്നൊക്കെ നമ്മൾ വെറുതെ പറയാമെന്നല്ലാതെ ശരിക്കും ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ഗെയിമായി മാറി ഫുട്ബോൾ. കാരണം എല്ലാ കോച്ചുമാരും നോക്കുന്നത് എന്താ, ടീമിൻ്റെ എതിർ ടീമിൻ്റെ ശക്തി എന്താണെന്ന് നോക്കുന്നത്, അതിനെങ്ങനെ കൗണ്ടർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് കൗണ്ടർ ചെയ്യാൻ പറ്റിയ കുറച്ച് നെഗറ്റീവ് ഫുട്ബോൾ അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക ഫിസിക്കൽ ഗെയിമാണ് വേണ്ടി വന്നത് വെച്ചാൽ അതും ചെയ്യും. കാരണം അങ്ങനെയായി ഫുട്ബോൾ മാറി. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടും കൂടി ഉണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞാൽ കളിക്കാരൊക്കെ കുറച്ച് എക്സോസ്റ്റഡും കൂടിയാണ്. ഈ വലിയ വലിയ ക്ലബ് സീസണൊക്കെ കഴിഞ്ഞ് വരികയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് പണ്ടത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ ഉണ്ട്. പിന്നെ അല്പം കോഷ്യസ് അപ്രോച്ചിലാണ് എല്ലാവരും പോകുന്നത്. കാരണം എങ്ങനെ വരും പല ടീമിൻ്റെയും മുന്നേറ്റം എന്നുള്ളത് പറയാൻ പറ്റുന്നില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശ്രദ്ധിച്ച് കളിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ അതിന് വിപരീതമായിട്ടുള്ളൊരു കളിയാണ് സ്പെയിൻ കാഴ്ചവെച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്പെയിനിൻ്റെ ഒരു ഇത് പറയുന്നത്, അതായത് ഒരു ക്ലിയർ കട്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ആര് ജയിച്ചാലും, ഇംഗ്ലണ്ട് ആണെങ്കിലും സ്പെയിൻ ആയാലും ജയിച്ചാലും 2026 നടക്കുന്ന വേൾഡ് കപ്പിൽ അവർക്കൊരു അടുത്തൊരു പടിയായിരിക്കും. തീർച്ചയായും നേരത്തെ പുറത്തായവർക്ക് അവർക്കൊരു പാഠവുമായിരിക്കും. അതെ, അവർക്കതൊരു ഐ ഓപ്പണറായി മാറും. പിന്നെ എല്ലാ ടീമുകൾക്കും ഇതൊരു അപ്പോൾ ഫ്രാൻസിനെ സംബന്ധിച്ചും അങ്ങനെയാണല്ലോ. ഫ്രാൻസ് ഇപ്പോൾ സെമിയിൽ വീണു. ഫ്രാൻസ് ഒരു ഒളിമ്പിക് കളിയാണ് കളിച്ചത്. ആദ്യം വളരെ മോശമായ കളിയാണ് കാഴ്ചവെച്ച്. അപ്പോൾ ഇത്തവണയും കപ്പ് അടിക്കാമെന്ന് ചോദിച്ചാൽ അതിൽ അർഹതയില്ലല്ലോ അവർക്ക്. സെമിയിൽ നന്നായി ഫ്രാൻസ് കളിച്ചു. പക്ഷേ അതുവരെ ഫ്രാൻസ് കളിച്ച കളി, അതിന് മുമ്പത്തെ കളികൾ നോക്കിയാൽ വളരെ മോശമായിരുന്നു. ഫ്രാൻസിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കളിയല്ലത്. അപ്പം അത്രയേ ഉള്ളൂ അർഹത എന്നുള്ള രീതിയിൽ തന്നെ അവർ സെമിയിൽ തോറ്റു. പക്ഷേ ഇപ്പോൾ ഇംഗ്ലണ്ടും സ്പെയിനും വരുമ്പോൾ അവർ ബെറ്റർ, അത് ഇംഗ്ലണ്ട് ഡെവലപ്പ് ചെയ്ത് വന്നു. കാരണം ഇംഗ്ലണ്ട് ആദ്യം കുറച്ച് നിരാശപ്പെടുത്തിയെങ്കിലും പിന്നീട് ഇംഗ്ലണ്ട് ഇമ്പ്രൂവ് ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക. ഇനിയിപ്പം എന്തായാലും നമുക്ക് ആ ഒരു ഇതിനു വേണ്ടി കാത്തിരിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ചർച്ചയായിട്ടും വരാം. തീർച്ചയായും.